ഹലോ, നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് നടത്തിയ നമ്മുടെ യൂറോപ്പ് ട്രിപ്പിൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ട് പല കാര്യങ്ങളിലും. ഇതിൻ്റെ ഈ ട്രിപ്പിൻ്റെ ഒരു ഐറ്റിനറിയും പിന്നെ നമ്മൾ വണ്ടി ബുക്ക് ചെയ്തതും പിന്നെ നമ്മുടെ വിസയും അങ്ങനത്തെ ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും ഒക്കെ, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനത്തെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് നമുക്ക് നമുക്ക് യൂറോപ്പിൽ പോകണമെങ്കിൽ നമുക്ക് ഷെങ്കൻ വിസ വേണം. നമുക്ക് ഷെങ്കൻ വിസ എടുക്കണം. അപ്പോൾ ഷെങ്കൻ വിസ എടുക്കാനെ കൊണ്ട് നമ്മളൊരു ഏജൻസിയെ കോൺടാക്റ്റ് ചെയ്തു. അവരൊരു സർവീസ് ഫീ ഒരു 90 പൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടി വന്നു. നമുക്ക് ഈ അപ്പോയിൻമെൻറ്റിന് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ലൈക്ക് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റും പിന്നെ വേറെന്തൊക്കെയായിരുന്നു, ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ ടിക്കറ്റ്, ബുക്കിംഗ്, റിസർവേഷൻസ് കാണിക്കണം, ഇൻഷുറൻസ്, ട്രാവൽ ഇൻഷുറൻസ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമുക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പം നമ്മളൊരു ഏജൻസി ത്രൂ ആയിരുന്നു ഡോക്യുമെൻറ്റ്സ് പ്രോസസ്സൊക്കെ നടത്തിയത്. ഇത് ശരിക്കും ഏജൻസിയിൽ പോകേണ്ട കാര്യമില്ല, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാമെന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരു ടൈം ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് പെട്ടെന്ന് വേണ്ട ഒരു ആവശ്യം, ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് വേണമായിരുന്നു, ഡേറ്റ് പെട്ടെന്ന് കിട്ടണമായിരുന്നു. അതെ, ഞങ്ങൾക്ക് അതുകൊണ്ടാണ് അത് ആ ഒരു കേസിൽ ഞങ്ങൾക്ക് ഡിലേ ഇടാൻ പറ്റില്ലായിരുന്നു. കാരണം നമുക്ക് ക്രിസ്മസിൽ ആ ഒരു ഡിസംബർ ടൈമിൽ തന്നെ മാക്സിമം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത്. ആ ഒരു പ്രോസസ്സ് നേരത്തെ തുടങ്ങണമായിരുന്നു. നമ്മൾ ഇത്തിരി ലേറ്റായിട്ടാണ് ആ ഒരു ഡിസിഷനൊക്കെ എടുത്തത്. അതുകൊണ്ട് തന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ ഏജൻസി ത്രൂ ആയിരുന്നു പ്രൊസീഡ് ചെയ്തത്. അല്ലെങ്കിൽ എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, സ്വന്തമായിട്ട് എല്ലാ കാര്യം ചെയ്യാവുന്നേ ഉള്ളൂ, എല്ലാം ബുക്ക് ചെയ്യാം. ഇപ്പം ടിക്കറ്റ് ആണെങ്കിൽ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെങ്കിലും ഹോട്ടലാണെങ്കിലും booking.com അങ്ങനെയുള്ള മേക്ക് മൈ ട്രിപ്പ് അതുപോലെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടാനൊരു പ്രശ്നം, അതും കിട്ടാനൊക്കെ പറ്റുമെന്നാണ് ആൾക്കാർ പറഞ്ഞ് കേൾക്കുന്നത്. നമ്മൾ കുറച്ച് സമയമെടുത്ത് നോക്കിയേ കിട്ടത്തുള്ളൂ, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഏജൻസി ആകുമ്പോൾ ഒന്നും അറിയണ്ട, അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ എല്ലാം റെഡിയാക്കി തരും. അതെ, നിങ്ങൾ ഈ ഹോട്ടലൊക്കെ നോക്കുന്ന ഒരു booking.com നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചീപ്പ് പ്രൈസിൽ ഹോട്ടൽസൊക്കെ കിട്ടും. പിന്നെ സ്വിറ്റ്സർലൻഡിലൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ചീപ്പ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. കാരണം സ്വിറ്റ്സർലൻഡ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രിയാണ് സ്വിറ്റ്സർലാൻഡ്. പ്ലസ് നമുക്ക് അവിടെ പോകണമെന്നുണ്ടെങ്കിലും നമ്മളവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഹോട്ടൽസൊക്കെ ആണെങ്കിലും ഫുഡൊക്കെ ആണെങ്കിലും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് സ്വിറ്റ്സർലാൻഡ് ഒരിക്കലും ഒരു ബഡ്ജറ്റഡ് അല്ലെങ്കിൽ ചീപ്പ് റേറ്റിൽ പോയിട്ട് വരാം എന്ന് എക്സ്പെക്ട് ചെയ്ത് ആരും എടുക്കരുത്. ചീപ്പ് റേറ്റിൽ പോയിട്ട് വരാൻ പറ്റും. പിന്നെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണണമെങ്കിലൊക്കെ ആണെങ്കിൽ വീണ്ടും എക്സ്പെൻസീവായിട്ട് പൈസ ഇറക്കേണ്ടി വരും, എന്നാലും നമുക്ക് ഓരോ ലൊക്കേഷനിലൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ അപ്പോയിൻമെൻറ്റിന് പോകുമ്പം നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റ്സുമായിട്ടാണ് പോകേണ്ടത്. നമ്മുടെ ഈ ഹോട്ടലും ഫ്ലൈറ്റും ഇങ്ങനെയുള്ള റിസർവേഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് എവിഡൻസ്, ഈ ഫുള്ള് ഡോക്യുമെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ പോകേണ്ടത്. പിന്നെ നമുക്ക് ആ ഓഫീസിൽ ഒരു അറൗണ്ട് €80 നമ്മൾ പേ ചെയ്യണം. €80 എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് ഒരു 70 പൗണ്ട്. അതെ, 70 പൗണ്ട് ആവും പെർ ഹെഡ്. അതെ, പെർ ഹെഡ് 70 പൗണ്ടാണ് ആവുന്നത്. പിന്നെ ഒരിക്കലും അവിടെ പോയിട്ട് നമ്മൾ പ്രിന്റ് എടുക്കരുത്. ഞങ്ങൾക്ക് ഒരു പ്രിന്റ് എടുക്കേണ്ട അവസ്ഥ വന്നായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെ പ്രിന്റ് എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ 15 പൗണ്ട് ഒരു പ്രിന്റിന് അവർ മേടിച്ചത്. അതെ, അവർ എക്സ്ട്രാ അവിടെ നല്ല പൈസ ആവും കേട്ടോ. കാരണം അതിൻ്റെ അടുത്ത് ആ ഓഫീസിൻ്റെ അടുത്തൊക്കെ നമുക്ക് വേറെ ഇങ്ങനെയുള്ള സ്കാനിങ് സെൻറ്റർ ഇങ്ങനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാനൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ഇങ്ങനെ പ്രിൻ്റ് എടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പോയിട്ട് വേറെ ഷോപ്പിൽ നിന്നൊക്കെ പ്രിൻ്റ് എടുക്കുന്നതായിരിക്കും. തൊട്ടടുത്ത് ഷോപ്പുണ്ട്. പിന്നെ നമുക്ക് പാസ്പോർട്ട് വീട്ടിൽ കിട്ടണമെങ്കിൽ അവർ കൊറിയർ അയച്ചു തരും. നമുക്ക് നേരിട്ട് കളക്ട് ചെയ്യണമെങ്കിൽ നേരിട്ട് പോയി കളക്ട് ചെയ്യാൻ പറ്റും. അപ്പം വീട്ടിൽ അയച്ചു തരണമെങ്കിൽ 15 പൗണ്ട് ഒരാൾക്ക് പെർ പേഴ്സൺ 15 പൗണ്ട് കൊടുക്കണം. പക്ഷേ ഞങ്ങൾ നേരിട്ട് കളക്ട് ചെയ്യുമായിരുന്നു, നമുക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് നമ്മളത് പേ ചെയ്യില്ല, നേരിട്ട് കളക്ട് ചെയ്യുമായിരുന്നു. ഇത്രയേ ഉള്ളൂ ഷെങ്കൻ വിസയുടെ കാര്യമൊക്കെ. പിന്നെ നമ്മൾ കൊടുത്ത ഡോക്യുമെൻറ്റും എല്ലാം പക്കയാണെങ്കിൽ വിസ അടിച്ച് കിട്ടും, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടുന്ന ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻസ് കൺട്രിയാണ്. നമ്മൾ ഏത് കൺട്രിക്കാണോ ആപ്ലിക്കേഷൻ വെക്കുന്നത് ആ കൺട്രിയെ ഡിപ്പെൻസ് ചെയ്തിരിക്കും നമുക്ക് ആ ഒരു വിസ എത്ര പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡിസിഷൻ എത്ര പെട്ടെന്ന് വരും എന്നുള്ളത് ഡിപ്പെൻസ് കൺട്രിയാണ്. സ്വിറ്റ്സർലാൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുമെന്ന് തന്നെ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളും സ്വിറ്റ്സർലാൻഡായിരുന്നു. നമ്മൾ പിന്നെ സ്വിറ്റ്സർലാൻഡിൽ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ സ്വിറ്റ്സർലാൻഡ് തന്നെയായിരുന്നു കൊടുത്തത്. പിന്നെ വേറെയൊക്കെ ഈ ഫ്രാൻസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഡിലേ വരുമെന്നാണ് കേട്ടത്. പിന്നെ അതുപോലെ റിജക്ഷൻസൊക്കെ പോസിബിലിറ്റി കൂടുതലാണ് ഈ ഫ്രാൻസൊക്കെ കൊടുത്താൽ.
പക്ഷേ സ്വിറ്റ്സർലാൻഡൊക്കെ റിജക്ഷൻസ് ഭയങ്കര കുറവാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഈ വിസയ്ക്ക് വെക്കുന്ന സമയത്ത് കൺട്രീസും കൂടി ചൂസ് ചെയ്യുന്നത് ഭയങ്കര സൂക്ഷിച്ച് ചൂസ് ചെയ്യണം. അത്യാവശ്യം ഇങ്ങനെ നമുക്ക് ആ ഒരു ഡിസിഷൻ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ വരുന്ന കൺട്രീസ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു പ്രോസസ്സൊക്കെ. നമ്മൾ കൊടുക്കുന്ന കൺട്രിയിൽ തന്നെ പോകണം, അല്ലാതെ വേറെ കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇമിഗ്രേഷനിൽ പ്രോബ്ലംസൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് ഇങ്ങനെ പല വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം സത്യമാണെന്നുള്ളത് നമുക്കറിയത്തില്ല, ജെനുവിൻ കേസുകളൊക്കെ ആണോ നമുക്കറിയില്ല. പക്ഷേ ആൾക്കാരൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്, നമ്മൾ ഷെങ്കൻ എടുത്തത് വേറൊരു കൺട്രിയിലാണ്, പക്ഷേ നമ്മൾ പോകുന്നത് വേറൊരു കൺട്രിയാണ്, അപ്പോൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇമിഗ്രേഷൻ ഇങ്ങനെ പ്രോബ്ലംസ് വരുന്നുണ്ടെന്നൊക്കെ ഓരോരുത്തർ വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്കതിൻ്റെ ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. സോ അതൊക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള പ്രോസസ്സിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് പിന്നെ പോയി ഡോക്യുമെൻറ്റ്സിൽ സബ്മിറ്റ് ചെയ്ത് TLSC പോയിട്ട് നമുക്ക് നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 3-4 ഡേയ്സുള്ളിൽ നമുക്ക് മെസ്സേജ് വന്നു, ഇതുപോലെ പാസ്പോർട്ട് കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നു. അതിനകത്ത് വിസ ഉണ്ടോ ഇല്ലയൊന്നും ഇല്ല, പാസ്പോർട്ട് അവിടെ TLSC എത്തിയിട്ടുണ്ട്, കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അതായത് നമ്മുടെ ആപ്ലിക്കേഷന് ഡിസിഷൻ ആയി എന്നുള്ളത്. അതെ അതെ, അത് ചിലപ്പം നമുക്ക് വിസ കിട്ടിയെന്നാവാം, അല്ലെങ്കിൽ റിജക്ഷൻ ആയിരിക്കാം, അതെന്തോ നമുക്കറിയില്ല. നമുക്ക് ആ പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോഴേ നമുക്ക് അവിടെ പോയി കളക്ട് ചെയ്യുമ്പോഴേ നമുക്ക് അറിയുള്ളൂ എന്താണ് ഡിസിഷൻ എന്ന്. എന്തായാലും ഞങ്ങൾക്ക് ഹാപ്പി ന്യൂസ് തന്നെയായിരുന്നു, നമുക്ക് 3 months വിസ അടിച്ച് കിട്ടിയായിരുന്നു. ഭയങ്കര ഇപ്പം പൊതുവേ ആൾക്കാർ പറയുന്നത് കേൾക്കാം, ഇപ്പോൾ കൊടുക്കുന്ന വിസയൊന്നും 3 months ഒക്കെ ഭയങ്കര റയറായിട്ടാണ് കിട്ടുന്നത്, 1 month പോലും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ചിലർക്ക് ദിവസം മാത്രമേ കിട്ടത്തുള്ളൂ. അതാ, ചിലർക്ക് ആ കൊടുക്കുന്ന ട്രാവലിംഗ് ഡേറ്റ്സ് ഏതാണോ ആ ഡേറ്റ്സിൽ മാത്രമേ വിസ അടിച്ച് കൊടുക്കുന്നുള്ളൂ എന്നൊക്കെയാണ് ഇപ്പം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ട്രാവലിംഗ് ഡേറ്റ് കൊടുക്കുമ്പം അത്യാവശ്യം കൂട്ടിയിട്ട് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അറ്റ്ലീസ്റ്റ് അത്രയും ടൈമെങ്കിലും, ഇപ്പം നിങ്ങൾ 10 days പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 15 days വരെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ 10 days പ്ലാൻ ചെയ്ത ട്രിപ്പ് ശരിക്ക് 8 days ഒതുങ്ങിയെന്ന് പറയേണ്ടി വരും. ഒരു 2 ദിവസം കൂടെ നമുക്ക് മിസ്സായി. അത് വേറെ കുറച്ച് എന്താ പറയുന്നത് പേഴ്സണൽ സർക്കംസ്റ്റാൻസസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് ആ ഒരു 10 days കവർ ചെയ്യാൻ പറ്റിയില്ല, 8 days നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ടു. പിന്നെ കുറച്ചും കൂടി നമുക്ക് ആ ഒരു ടൈം ക്യാപ്പ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കൺട്രീസൊക്കെ കവർ ചെയ്യാം. ഓസ്ട്രേലിയയും കൂടി കാണാമായിരുന്നു. ആ ഒരു ഇതേ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് മെയിനായിട്ട് നമുക്ക് നല്ലൊരു കാർ ഉണ്ടെങ്കിൽ, നമുക്ക് യൂറോപ്പ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്ക് കാർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈ മോട്ടോർ ഹോമിന് വെച്ച് കുറച്ചുകൂടെ പൈസയാവും, നമുക്ക് അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ, കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. അതെ, ഫ്ലൈ ചെയ്യാതെ നമ്മൾ നമ്മുടെ കാറിൽ തന്നെ പോകാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വേറെ കൺട്രീസിലൊക്കെ പോയാൽ കാറൊന്നും ഹയർ ചെയ്യേണ്ടി വരത്തില്ല. നമ്മൾ കാറുണ്ടല്ലോ, നമ്മുടെ ഓൺ കാർ അത്രയ്ക്ക് നല്ല കാർ ആയിരിക്കണം. അതെ, നമുക്ക് പെട്രോളൊക്കെ ഫ്യൂവൽ എക്സ്പെൻസ് ഒക്കെ അവിടെ ആവുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഫ്ലൈറ്റിലാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് എക്സ്പെൻസ് ആവും, പ്ലസ് നമ്മൾ അവിടെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രാവലിംഗ് നമ്മൾ കാറ് റെൻറ്റിന് എടുക്കേണ്ടി വരും, അപ്പോൾ ഹയറിംഗ് കോസ്റ്റ് ഒക്കെ അവിടെ ആവുന്നുണ്ട്. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, എന്നാലും ക്യാഷ് ആവും. നമ്മൾ വേറെ കൺട്രിയിൽ പോകുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ആവും, പക്ഷേ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന നമ്മൾ കാറിൽ പോകുന്ന ഒരു കൺവീനിയൻസ് അവിടെ നമുക്ക് കിട്ടില്ല. നമ്മൾ ഭയങ്കര ടൈം ലിമിറ്റഡ് ഒക്കെ ആവും നമുക്ക്. കാരണം ഇപ്പം ട്രെയിൻ ആണെങ്കിലും ബസ്സാണെങ്കിലും വണ്ടിയൊക്കെ കിട്ടിയൊക്കെ പോകണമല്ലോ, ഓരോ ഡെസ്റ്റിനേഷനിലൊക്കെ വണ്ടി കിട്ടി പോകണമല്ലോ. അപ്പം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ കാറിൽ തന്നെ ട്രാവൽ ചെയ്യുന്നത്. ഞങ്ങൾ ഇപ്പം വേറെ കൺട്രീസിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാർ ഹയർ ചെയ്തിട്ടായിരുന്നു ട്രാവൽ ചെയ്തത്. പിന്നെ യൂറോപ്പിൽ ഇപ്പം കാർ ഹയർ ചെയ്യുന്ന വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല, നമുക്ക് ചീപ്പായിട്ടും കാറൊക്കെ കിട്ടും. നമുക്ക് ഈ പറഞ്ഞ ഓൺലൈൻ സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ഇറങ്ങുന്ന ഏത് ഡെസ്റ്റിനേഷനിൽ നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് ചീപ്പായിട്ടൊക്കെ കിട്ടും. ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് കയറി ഫ്രാൻസ് കണ്ട് സ്വിറ്റ്സർലാൻഡ് കണ്ട് അങ്ങനെ പോകാൻ മാത്രമേ കാറ് നമ്മൾ എടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ എനിക്കിപ്പോൾ ഒരു ഓസ്ട്രേലിയയിൽ പോയി നേരിട്ട് കാണുമെങ്കിൽ ഇവിടുന്ന് കാർ ഓടിച്ച് പോകുന്നതൊന്നും സൂട്ടബിളായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കത്തില്ല. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ട്രാവൽ ചെയ്തത് മോട്ടോർ ഹോമിലാണല്ലോ. അപ്പോൾ ഈ മോട്ടോർ ഹോമിൻ്റെ ആ ഒരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇതിൻ്റെ റെൻറ്റ് പെർ നൈറ്റ്, നമ്മളെടുത്ത ആ ഒരു മോഡലിൻ്റെ റെൻറ്റ് പെർ നൈറ്റ് എന്ന് പറയുന്നത് 105 pound ആയിരുന്നു. ഈ ഒരു 105 pound എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആകട്ടോ. പക്ഷേ ഇത് ഡിപ്പെൻസ് ആണ്. വേറെ ചില മോട്ടോർ ഹോം കമ്പനീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻഷുറൻസ് എക്സ്ട്രാ അവർ ആഡ് ആക്കുന്നുണ്ട്. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. നമ്മുടെ കമ്പനിയിൽ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതുകൂടാതെ യൂറോപ്പ് കവർ പെർ നൈറ്റ് 15 pounds വെച്ചിട്ടാണ് 15. നമ്മൾ യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യാൻ പോകുന്നത് കൊണ്ട് യൂറോപ്പ് കവറും കൂടി എടുക്കണം. അത് പെർ നൈറ്റ് 15 pound വെച്ചിട്ടാണ്.
പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ഇത്രയും വലിയൊരു വണ്ടി കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിന് ഡെപ്പോസിറ്റ് കൊടുക്കണം. ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. വലിയൊരു വണ്ടിയാണല്ലോ, പിന്നെ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. 2500 രൂപയാണ്, 2500 പൗണ്ടാണ് അതിൻ്റെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ വണ്ടി ഹയർ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ടും മിസ്സാക്കാതെ എടുക്കേണ്ട ഒരു കാര്യമാണ് LRO എന്ന് പറയുന്നത്. അതായത് ലയബിലിറ്റി റിഡക്ഷൻ ഓപ്ഷൻസ് എന്നാണ് അത് പറയുന്നത്. അത് വേറൊന്നുമല്ല, നമ്മൾ ഇത്രയും വലിയ വണ്ടി കൊണ്ടുപോകുന്ന ടൈമിൽ നമുക്ക് എന്ത് സംഭവിക്കാം. അതായത് വണ്ടി ചെറിയ രീതിയിൽ സ്ക്രാച്ച് വരാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടാം. കാരണം നമുക്കത് സംഭവിച്ചു, അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ഈ ട്രാവലിങ്ങിൽ സംഭവിക്കാം, ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ LRO എടുക്കണം. ഈ മോട്ടോർ ഹോമൊക്കെ ഹയർ ചെയ്യുന്ന സമയത്ത് LRO എടുക്കണം. LRO എന്ന് പറയുന്നത് പല പ്ലാൻസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഡിപ്പെൻസ് ആണ്, ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അപ്പം അത് നമുക്ക് നോക്കിയിട്ട് ഏത് പ്ലാൻസ് ആണോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് അത് നമുക്ക് സ്യൂട്ടബിളായി, അതായത് നമുക്കത് ചൂസ് ചെയ്യാം. ശരിക്കും LRO ഒരിക്കലും മിസ്സാക്കരുത്. നമ്മൾ ഈ മോട്ടോർ ഹോമൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ട്രാവലിങ്ങിൽ എന്തെങ്കിലും വണ്ടിക്ക് ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ LROയിൽ വെച്ച് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പേ ചെയ്യുന്ന ഒരു 2500 ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് നമുക്ക് പോവും. നല്ല എക്സ്പെൻസീവ് ആണ്. ഈ മോട്ടോർ ഹോമിൻ്റെ ഓരോ പാർട്സ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ചെറിയൊരു ഡാമേജാണ്, അതിന് എക്സ്പെൻസ് ഒന്നും വലുതായിട്ട് ആവില്ല എന്ന്. അതൊക്കെ വെറുതെയാണ്. നമ്മൾ ഈ അടയ്ക്കുന്ന ഫസ്റ്റ് ഡെപ്പോസിറ്റ് 2500 എന്ന് പറയുന്നത് അതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ മോട്ടോർ ഹോം ഹയർ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ കമ്പനി ബെനിഫിറ്റിലായിരുന്നു ഹയർ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് റെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് 7 days റെൻറ്റ് ഫ്രീ ആയിരുന്നു. പിന്നെ അതിൽ കൂടുതൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണമായിരുന്നു. അങ്ങനെയായിരുന്നു റെൻറ്റ് കാറ്റഗറി വരുന്നത്. പിന്നെ ഡെപ്പോസിറ്റും അടയ്ക്കേണ്ട, ഡെപ്പോസിറ്റിന് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു. പക്ഷേ LRO എടുക്കണമായിരുന്നു. LRO നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. അത് നമ്മുടെ ഭാഗത്തെ മിസ്റ്റേക്ക് അല്ല. ശരിക്കും ആ സമയത്ത് അവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന കസ്റ്റമർ ഹാൻഡ് ഓവർ ടീം ഉണ്ടായിരുന്നു, അവർ മിസ്സാക്കിയതായിരുന്നു. നമ്മുടെ ഈ ഒരു ബുക്കിങ്ങിൽ LRO അവർ ആഡായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ പൈസ അടച്ചിട്ടോ ഒന്നുമില്ലായിരുന്നു. നമ്മുടെ ആ ഒരു ബുക്കിങ്ങിന് LRO ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇങ്ങനത്തെ ഒരു ഡാമേജ് പറ്റുകയും ചെയ്തു. നമുക്ക് LRO ഇല്ലായിരുന്നു. അങ്ങനെ എന്താ പറയുന്നത്, വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാനിതൊന്നും അറിയുന്നില്ലായിരുന്നു. ഞാൻ ഈ ഒരു 250 pounds അത്ര എക്സ്പെക്റ്റ്, അതിൽ കൂടുതൽ എന്തായാലും വരില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ഈ ബുക്കിങ്ങിൽ LRO ഇല്ലായിരുന്നു. നമ്മൾ ഡെപ്പോസിറ്റും കൊടുത്തിട്ടില്ല. ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ആയതുകൊണ്ട് ആ ഒരു സ്പെയർ പാർട്സിന് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളതായിരുന്നു. നമ്മൾ വിചാരിച്ചത് ഷീൽഡാണല്ലോ, വലിയ പൈസ ആവില്ല എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ബില്ല് വന്നപ്പം 700 pound ആയിരുന്നു. എനിക്ക് ബില്ല് എനിക്ക് മെയിലിൽ അയച്ചു തന്നു. 700 pounds ആണ് ആ ഒരു ഷീൽഡിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ അയച്ചു തന്നു. അത് ഷീൽഡിൻ്റെ കോസ്റ്റ് മാത്രമല്ല, പ്ലസ് ലേബർ ചാർജ് ഉണ്ട്. പിന്നെ ഷീൽഡ് പൊട്ടിയപ്പോൾ ആ ബോഡി ചെറുതായിട്ടൊന്ന് ബെൻഡായിരുന്നു. അത് ഞാൻ അവിടെ വെച്ചാൽ കണ്ടായിരുന്നു. ചെറുതായിട്ട് തട്ടിയ ഭാഗം ഒന്ന് ബെൻഡായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് നൂക്കണമായിരുന്നു പോലും. അത് നൂത്തതിൻ്റെ എക്സ്പെൻസ്, ലേബർ പ്ലസ് ആ പാർട്സിൻ്റെ ചാർജ് എല്ലാം കൂടെ പറഞ്ഞ് 700 pound. 700 pound കേട്ടപ്പോഴെൻ്റെ പിന്നെ ഇവിടുത്തെ ലേബർ കോസ്റ്റ് ഒക്കെ കുറച്ച് കൂടുതലാണ്. നോർമലി UK വണ്ടി പണിതിനൊക്കെ ലേബർ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അങ്ങനെ ഈ 700 pound കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കിളിയൊക്കെ പോയി. ഇവള് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കിളിയൊക്കെ പോയി. ഞാൻ ശരിക്കും ഞെട്ടി. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഈ ഒരു 700 pound കോസ്റ്റ് ആവും എന്നുള്ളത്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു. ശരിക്കും ഞാനും ഞെട്ടിയെന്ന് വേണം പറയാൻ. പിന്നെ ഞാൻ അവിടുത്തെ എംപ്ലോയി തന്നെ ആയതുകൊണ്ട് അവർക്ക് അതൊന്നും ഒരു സീനില്ല. എൻ്റെ സാലറിയിൽ നിന്ന് അവർക്ക് നല്ല അടിപൊളിയായിട്ട് അവർക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവർ എന്തായാലും ഒരു പ്രോബ്ലം ഇല്ല. പ്രോബ്ലം ഒക്കെ നമുക്കായിരുന്നു. അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് LRO എടുക്കും. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള ഒരു മോട്ടോർ ഹോം. പ്രത്യേകിച്ച് ഈ ഇങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു വലിയ വണ്ടിയൊക്കെ ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഈ ഒരു ഡാമേജ് കവർ അതൊക്കെ നമ്മൾ എടുക്കണം. അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇപ്പം ഈ നമ്മളീ പറഞ്ഞ ഭയങ്കര ചെറിയൊരു ഡാമേജാണ്, ഒരു ചെറിയൊരു എന്താ പറയുന്നത് 1-2 minutes പറ്റിയ ഒരു ചെറിയൊരു കയ്യബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. മീൻസ് നമുക്ക് ആ അപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. സ്നോഫോൾ ആയതുകൊണ്ട് ഭയങ്കര വിസിബിലിറ്റി കുറവായിരുന്നു, ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പം നമുക്ക് ഗൈഡ് ചെയ്ത് തരുന്ന ആൾ പറയുന്നതാണെങ്കിൽ പോലും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനത്തെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറ്റിയത് ഒരു ചെറിയൊരു ഡാമേജ് ആയിരുന്നു. ഇനി നമ്മൾ ഫുഡിൻ്റെ എക്സ്പെൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് നിങ്ങൾക്കൊരു എക്സാക്റ്റ് ആൻസർ തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ മോട്ടോർ ഹോമിലാണ് പോയതുകൊണ്ട് നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ, ആ ഒരു എക്സ്പെൻസാണ് നമുക്ക് വന്നത്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് നമ്മൾ ഫുഡ് അങ്ങനെ തന്നെ കഴിക്കുമായിരുന്നു.
അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചു, അത് ഭയങ്കര കുറവായിരുന്നു. ഭയങ്കര റെയർ ആയിട്ടാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിച്ചത്. നമ്മൾ കൂടുതലും നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമായിരുന്നു. ഫുഡ് എക്സ്പെൻസ് കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും ഫുഡ് വെച്ച് നമ്മൾ കഴിക്കും, മോട്ടോർ ഹോമിൽ യാത്രയിൽ നമ്മൾ വെച്ച് കഴിച്ചു, സമയമനുസരിച്ച് വെച്ച് കഴിച്ചു. അതെ, അതുകൊണ്ട് ഈ ഒരു ട്രാവലിൽ നമുക്ക് ഫുഡ് എക്സ്പെൻസ് ആയി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കണം, നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ ഫുഡ് കഴിക്കും. സോ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തും ആ വീട്ടിൽ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയി നമ്മൾ സെൽഫ് കുക്ക് ചെയ്തു, നമ്മൾ കഴിച്ചു. അതുകൊണ്ട് ഫുഡ് എക്സ്പെൻസ് നമ്മൾ ഈ ഒരു ട്രാവലിങ്ങിൽ അങ്ങനെ കൂട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ഈ നടത്തിയ യൂറോപ്പ് ട്രിപ്പിൻ്റെ ഓവറോൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 1400 പൗണ്ട് ആയിട്ടുണ്ട്. ഈ 1400 എന്ന് പറയുന്നത് നമ്മൾ പോയി വന്ന ഒരു ചിലവാട്ടോ. അതായത് ഇതിൻ്റെ അകത്ത് വിസ ഒന്നും വരുന്നില്ല. നമ്മൾ ഈ ഓരോ പ്ലേസൊക്കെ വിസിറ്റ് ചെയ്തായിരുന്നല്ലോ, ആ പ്ലേസൊക്കെ വിസിറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല ക്യാഷ് ആയിട്ടുണ്ട്. നമ്മൾ യുംഫ്രോ ഒക്കെ വിസിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരാൾക്ക് 200 പൗണ്ട് ആയിരുന്നു. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. അതായത് ടോപ്പ് ഓഫ് യൂറോപ്പ് ആണല്ലോ, അതുകൊണ്ട് എന്തായാലും അവിടെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിരിക്കും. അപ്പം നമ്മൾ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പൈസ ആയത്, 1400 പൗണ്ട് ആയത്. പിന്നെ നമ്മൾ ഡിസ്നിലാൻഡിൽ പോയതിന് ഏകദേശം ഒരാൾക്ക് 80 പൗണ്ടായി, പെർ ഹെഡ് 80 പൗണ്ടായി. അതെ, അപ്പം നമുക്ക് അങ്ങനത്തെ കുറച്ച് ഈ ടിക്കറ്റ് പേ ചെയ്തിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനായിരുന്നു ശരിക്കും ആ ഒരു ക്യാഷൊക്കെ ആയത്. അല്ലാതെ ഇപ്പം വെറുതെ ഒരു സ്ഥലം കണ്ടിട്ട് അല്ലെ ഒരു റോഡ് ട്രിപ്പ് പോലെ ചുമ്മാ ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ചു വരാം, ചുമ്മാ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് കണ്ടാൽ മതി, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെ ഈ ക്യാഷ് ഒന്നും ആവൂല, ഈ പറയുന്ന ടിക്കറ്റ് ഫെയർ ഒന്നും ആവൂല. അതൊക്കെ നമുക്ക് അവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മോട്ടോർ ഹോം എടുത്ത് യൂറോപ്പ് കറങ്ങാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ചീപ്പായിട്ട് ഈ പറഞ്ഞ ക്യാമ്പ് സൈറ്റ് ഒക്കെ കിട്ടും. 20 പൗണ്ട് 25 പൗണ്ട് ഒക്കെ ഉള്ളൂ ക്യാമ്പ് സൈറ്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലീഗൽ അങ്ങനെയാണ്. അല്ലാതെ പുറത്ത് നിങ്ങൾ സ്റ്റേ ചെയ്യുവാണെങ്കിൽ അത് ഇല്ലീഗലാണ്, പോലീസ് പിടിച്ചുകൊണ്ട് പോകും. പിന്നെ അതിൻ്റെ പുറകിലൊക്കെ വണ്ടിയും കൊണ്ടുപോകും. ലീഗലായിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്യുക, അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുക. അവിടെ പാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ക്യാമ്പ് സൈറ്റ് ഒക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചീപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മളൊന്നും നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. എനിക്കൊന്ന് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഓരോരോ ക്യാമ്പ് സൈറ്റ് ബുക്ക് ആക്കിയത്. അതുകൊണ്ട് നമുക്ക് ചിലയിടത്തൊക്കെ ക്യാഷ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്ന് എവിടെ ആയിരുന്നു, ലക്സംബർഗാന്ന് തോന്നുന്നല്ലേ ഏറ്റവും ചീപ്പ് റേറ്റിൽ കിട്ടിയത്. ലക്സംബർഗിലെ ഏറ്റവും ചീപ്പിൽ 20 പൗണ്ട് അടുപ്പിച്ച് റേറ്റ് കിട്ടി. 20 പൗണ്ടേ ആയിട്ടുള്ളായിരുന്നുള്ളൂ. അതാണ് നമ്മുടെ ആ ഒരു ട്രാവലിൽ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് കിട്ടിയ ഒരു ക്യാമ്പ് സൈറ്റ് ലക്സംബർഗിലായിരുന്നു. നമ്മൾ 50 പൗണ്ടിനും ബുക്ക് ചെയ്ത സ്ഥലമുണ്ട്. അതെ, 50 പൗണ്ടിനും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഡിപ്പെൻസ് ആണ്, നമ്മൾ പോകുന്ന ഒരു ഏരിയ അനുസരിച്ചിരിക്കും. കൺട്രി ബേസ്ഡ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു കോസ്റ്റ് കോംപ്രമൈസ് ആയിട്ട് കിട്ടും. നമ്മൾ സമയത്തിന് പോയി ബുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് പേ ചെയ്യേണ്ടി വരും. അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ നോക്കണം. ഈ ഒരു മോട്ടോർ ഹോമുമായിട്ട് പോകുന്ന സമയത്ത് ഇതൊക്കെ മെയിനായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ മോട്ടോർ ഹോം എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ വണ്ടിയാണ്. അപ്പം അത് ഓക്കെയാണ്, കൈകാര്യം ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ റിസ്ക് ഒക്കെ എടുക്കുക. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്ന ഒരു പരിപാടിയാണ്. പിന്നെ എല്ലാവരും ഉണ്ടെങ്കിലും വലിയ പ്രശ്നമില്ല, കുറച്ചൊക്കെ അതിന് വണ്ടി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. അതെ. പിന്നെ നമ്മൾ പോയപ്പം ഫുൾ ട്രിപ്പ് ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ചത്. വണ്ടി ഓടിച്ച സമയത്തൊന്നും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നമുക്ക് രണ്ടാമത്തെ ട്രിപ്പാണ് നമ്മൾ മോട്ടോർ ഹോമിൽ. 2 ട്രിപ്പിലും വണ്ടി ഓവറിൽ ഓടിച്ച് വന്നപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് ആകെ പറ്റിയെന്ന് വെച്ചാൽ ഈ ട്രിപ്പിൽ നമ്മുടെ ഈ സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. അത് നമ്മൾ പിന്നെ റിക്കവർ ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് സെറ്റാക്കി വെച്ചിട്ട് ഹാൻഡിൽ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ബാക്കിയാകുമ്പോൾ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു. സത്യം പറഞ്ഞാൽ അത് പൊട്ടിയ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം വെച്ചാൽ ട്രിപ്പ് കുളമായി അവിടെ വെച്ച് നിൽക്കുന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ തന്നെ അതിനുള്ളൊരു ഐഡിയ ശരിക്കും ആ ഒരു ഇൻസിഡന്റ് സംഭവിച്ചപ്പോൾ തന്നെ നമ്മുടെ ആ ഓവറോൾ വൈബ് അങ്ങ് പോയിന്ന് തന്നെ പറയാം. നമ്മളെല്ലാവരും അങ്ങ് ഡെസ്പായി. കാരണം നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മളൊരു ഹോളിഡേ വൈബിൽ ഇരിക്കുമല്ലേ. അപ്പം പെട്ടെന്ന് നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയപ്പം ഈ ഒരു സ്നോഫോളും എല്ലാം കൂടി കണ്ടപ്പം നമ്മൾ വെറുതെ പറയുന്ന പോലെയല്ല, ശരിക്കും നമുക്ക് ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് വൈറ്റിഷ് കളറിൽ ഫുള്ള് സ്നോയാണ്, നമുക്കൊന്നും കാണുന്നില്ല. ചിലയിടത്തൊക്കെ എന്തോ ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നും. നമ്മളിപ്പോൾ ഫുള്ള് വൈറ്റ് ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സഫോക്കേഷനൊക്കെ ഫീൽ ചെയ്യുമല്ലോ. അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ പെട്ടെന്ന് ആ ഒരു, അതായത് നമ്മളവിടെ സ്വിറ്റ്സർലാൻഡിലോട്ട് എൻ്റർ ചെയ്തപ്പോഴത്തേക്കിനെ ഈ സ്നോഫോൾ അങ്ങ് സ്റ്റാർട്ടായി. പിന്നെ ആ ത്രൂ ഔട്ട് 2 ദിവസം സ്നോഫോൾ, നമ്മൾ അതിൻ്റെ അകത്തായിരുന്നു 2 ദിവസം. അങ്ങനെ ഈ ഒരു ആക്സിഡൻറ്റും പറ്റി. നമ്മൾ വല്ലാണ്ടങ്ങ് നമ്മുടെ ആ ഒരു ട്രിപ്പിൻ്റെ വൈബേ പോയി. നമ്മൾ ഭയങ്കര ഡെസ്പായി. പക്ഷെ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്തു. അതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം. നമ്മൾ ആദ്യം അത് പശ തേച്ചൊട്ടിക്കാൻ വേണ്ടി നോക്കി, പക്ഷെ അത് പശയൊന്നും ഇരിക്കത്തില്ലായിരുന്നു. പക്ഷേ കാരണം എന്ന് വെച്ചാൽ അന്ന് ക്രിസ്മസ് ഡേ ആയിരുന്നു, അതുകൊണ്ട് കടയൊക്കെ ഷോപ്പെല്ലാം അവധിയായിരുന്നു. പിന്നെ ഇവിടുന്ന് ഒരു ഷോപ്പ് കിട്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെ ഐഡിയ തോന്നി ടാഗിനകത്ത് കെട്ടിയിട്ട് അത് നമ്മളിങ്ങനെ കൊളുത്തി കിട്ടും. പക്ഷെ അത് നമുക്ക് വീഡിയോ എടുക്കാനോ ഒന്നും
പറ്റിയില്ല. അപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് അതൊന്നും പറ്റിയതല്ലായിരുന്നു ശരിക്ക്. അതൊന്നും വീഡിയോ എടുത്തിട്ടേ ഇല്ല. നമുക്ക് എന്തോ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. നമ്മള് UK എല്ലാവരും പ്രത്യേകിച്ച് ബ്രിട്ടൻസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഒരു മോട്ടോർ ഹോം. അപ്പം അത് വേറൊരു വൈബാണ്. ഇതിന് നമ്മൾ വണ്ടിയിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഇതിൽ പോകുന്നതും വേറെ വൈബാണ്. അപ്പോൾ ഒരു വട്ടമൊക്കെ അത് എടുക്കുന്നതൊക്കെ നമുക്ക് നല്ലതാണ്. നമ്മൾ 2 വട്ടം എടുത്ത് വെച്ചാൽ നമുക്കത് ഈസിലി കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ 2 വട്ടം എടുത്തത്. നമുക്കിവിടെ കോമൺ ആയിട്ട് കാണാൻ പറ്റും. ഈ ബ്രിട്ടൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് നന്നായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എപ്പോഴും ഇവർ ഹോളിഡേ എക്സ്പ്ലോർ ചെയ്യുന്നത് മോട്ടോർ ഹോമിലാണ്. അപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഈ ബ്രിട്ടൻസ് തന്നെ കേട്ടോ, അവിടെ നിന്ന് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ശരിക്കും ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ വണ്ടി എടുക്കാൻ പറ്റിയത്. സ്വന്തമായിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, സ്വന്തമായിട്ട് സാധനം. അതെ, സ്വന്തമായിട്ട് സാധനം ഉള്ളവരും ഉണ്ട്. പിന്നെ നമ്മളൊക്കെ ഇപ്പം ഞാനവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതിയിട്ട് എടുത്താലായി, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനവിടെ വർക്ക് ചെയ്യുന്നത് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ് സാധനം. ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അങ്ങനത്തെയൊക്കെ ഒരു സംഭവം. നമ്മളെടുത്തത് വിന്റർ സീസൺ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടി. സമ്മറിലൊന്നും വണ്ടി കിട്ടത്തില്ല കേട്ടോ. സമ്മറൊക്കെ പീക്ക് സീസൺ ആണ്. ഈ സമ്മറിൽ ഈ പറഞ്ഞ റെന്റും ആയിരിക്കത്തില്ല കേട്ടോ. ഈ പറഞ്ഞ റെന്റ് ആയിരിക്കത്തില്ല സമ്മറിൽ കുറച്ചുകൂടെ റെന്റ് ഒക്കെ കൂടും. അതെ, സീസൺ ബേസിൽ റെന്റ് ചേഞ്ച് ആവും. പീക്ക് സീസണിലൊക്കെ എസ്പെഷ്യലി വണ്ടി കിട്ടാൻ തന്നെ പാടാണ്. കസ്റ്റമേഴ്സ് ഒക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യും. ഇപ്പം തന്നെ സമ്മർ ഹോളിഡേയ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ബുക്കായി പോയി. വിൻ്ററിൽ അത്യാവശ്യം ഒരു ഡൗൺ സീസൺ ആണ്. അപ്പോൾ ആ സമയത്തൊക്കെ അത്യാവശ്യം മോഡൽസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് വണ്ടി ഈസിലി ആയിട്ട് കിട്ടും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഞങ്ങളുടെ മാത്രം എക്സ്പീരിയൻസ് ആണ്. ഇത് തന്നെ ആയിരിക്കത്തില്ല എല്ലാവർക്കും ഉള്ളത്. ഇപ്പം നമ്മൾ ആ ഒരു പോയ നമ്മുടെ ഒരു ഐറ്റിനറിയും നമ്മൾ എന്തിലൊക്കെയാണ് ക്യാഷ് സ്പെൻഡ് ആയത്, നമ്മൾ മോട്ടോർ ഹോം ഹയർ ചെയ്തപ്പം എന്തൊക്കെയായിരുന്നു അതിന്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ തിരക്കുള്ള സ്ഥലത്തോട്ട് ഇതുമായിട്ട് കൊണ്ടുപോകുന്നത് ഭയങ്കര പാടാണ്. നമുക്ക് മെയിൻ പ്രശ്നം വെച്ചാൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് സുറിച്ചി നമ്മൾ പോയായിരുന്നു. സുറിച്ചി പോയിട്ട് നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. കാരണം ഈ സാധനം പാർക്ക് ചെയ്യാൻ എങ്ങും സ്ഥലം കിട്ടില്ല. അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ അവിടെ ഇറങ്ങാതെ നമ്മളങ്ങ് പോകേണ്ടി വന്നു. കാരണം അതാണ് നമുക്ക് സിറ്റിയിലൊക്കെ നൈറ്റ് ആയിരുന്നു അവിടെ പോയത്. അവിടെ പക്ഷെ നല്ല രസമായിരുന്നു. ക്രിസ്മസ് ടൈം ഒക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ പോയിട്ട് എങ്ങും പാർക്കിംഗ് കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് വേണമെങ്കിൽ 2 കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം വേണ്ടി സാധനം പാർക്ക് ചെയ്യണമെങ്കിൽ അവിടെ എല്ലാം ഉള്ള സ്ഥലം മൊത്തം ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഇത് പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോയി, നമുക്കിവിടെ ഇറങ്ങാൻ പോലും പറ്റിയില്ല. അതാണ് വേറെ പ്രശ്നം. കൂടുതലും സിറ്റി വൈബോട്ട് ഇത് കൊണ്ടുപോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. കൺട്രി സൈഡ് അങ്ങനെയുള്ള സ്ഥലത്തും ഒക്കെ പോയി നമുക്ക് സ്റ്റേ ചെയ്ത് നമുക്കൊന്ന് ഫാമിലി ആയിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. അടിപൊളി ഓപ്ഷനാണ്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇത് തന്നെ ആയിരിക്കത്തില്ല എല്ലാവരുടെയും എക്സ്പീരിയൻസ്. ഡിപ്പെൻസ് അവരെടുക്കുന്ന ആ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്താണോ അതിൻ്റെ ബേസിലായിരിക്കും ഹോട്ടലും പിന്നെ ഫുഡ് അങ്ങനത്തെയൊക്കെ ഓരോരുത്തരുടെ ഐറ്റിനറി ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു മോട്ടോർ ഹോം ഹയർ ചെയ്ത് നമ്മൾ ഈ ഒരു 5 കൺട്രീസ് കവർ ചെയ്ത് ട്രാവൽ ചെയ്ത നമ്മുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസും നമ്മുടെ ഒരു എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. അപ്പം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊന്നും നമ്മുടെ ആ ഒരു പ്രീവിയസ് വീഡിയോസ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ യൂറോപ്പ് ട്രിപ്പ് നടത്തിയതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. സ്കോട്ട്ലാൻഡ് ട്രിപ്പും അതെ, സ്കോട്ട്ലാൻഡ് ട്രിപ്പും ഒക്കെ നമ്മൾ ഈ മോട്ടോർ ഹോമിൽ നടത്തിയതാണ്. അപ്പം കാണാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനൽ കയറി കാണുക. നമ്മുടെ സ്കോട്ട്ലാൻഡ് ട്രിപ്പിൻ്റെ ആണെങ്കിലും നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ നമ്മുടെ യൂറോപ്പ് ട്രിപ്പിൻ്റെ ആണെങ്കിലും വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. സോ അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.